നമസ്കാരം. വെൽക്കം ടു സൈബർ മലയാളം. എൻ്റെ പേര് ശ്യാംലാൽ. സ്ഥിരം ചെയ്യുന്ന ടെക്നോളജിക്ക് പകരം ഒരല്പം നൊസ്റ്റാൾജിയ കലർന്ന ഒരു വീഡിയോ, അതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഓഡിയോ കാസറ്റുകളെക്കുറിച്ചും അതിൻ്റെ ഒരു പുതിയൊരു ഓഡിയോ കാസറ്റ് പ്ലെയർ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞൊരു ദിവസങ്ങളിൽ നോക്കിയിരുന്നു. ശരിക്കും ആ ഓഡിയോ കാസറ്റ് അടക്കമുള്ള കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണോ നമ്മൾ വാങ്ങിയത്, ആ പർപ്പസാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. കുറച്ച് കാലത്തിന് ശേഷം ഒരു കൊറിയറിൽ CD മെയിലർ / ഫ്ലോപ്പി ഡിസ്ക് എന്ന പേരിൽ ഒരു കവർ കിട്ടുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഒരു സമയത്ത് ഈ കമ്പ്യൂട്ടർ പുസ്തകങ്ങളുടെ കൂടെയൊക്കെയായിരുന്നു ഈ സാധനം നമ്മൾ കൂടുതൽ കണ്ടിരുന്നത്. ഇത് കമ്പ്യൂട്ടർ പുസ്തകങ്ങൾക്കകത്തൊരു CD ഉണ്ടാകും, സൗജന്യ CD അല്ലെങ്കിൽ ഫ്ലോപ്പി. അതിനുവേണ്ടി പലപ്പോഴും കണ്ടിട്ടുള്ള ആ ഒരു കവർ ഇപ്പോൾ ഒരു ഓഡിയോ കാസറ്റിന് വേണ്ടിയാണ്. നിങ്ങൾക്കറിയായിരിക്കും ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. ഞാനിത് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി അത് വന്നപ്പോൾ എക്സൈറ്റ്മെൻറ്റിൽ എന്തായാലും അതിൻ്റെ കവർ പൊട്ടിച്ച് നോക്കി. ഇത് ഹൃദയത്തിൻ്റെ ഓഡിയോ കാസറ്റാണ്. ഓഡിയോയും CD-യും രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഓഡിയോ ആണ് ചൂസ് ചെയ്തത്. കാരണം കുറച്ചുകൂടെ ഒരു നൊസ്റ്റാൾജിക്കായിട്ട് തോന്നിയത് ഓഡിയോ കാസറ്റ് തന്നെയാണ്. CD ഇപ്പോഴും അത്രയങ്ങ് പഴയതായെന്ന് മനസ്സ് സമ്മതിക്കുന്നില്ല. CD-യുടെ കാലം കഴിഞ്ഞോന്നറിയാം, എങ്കിൽ പോലും CD-യേക്കാളും നൊസ്റ്റാൾജിക്കായിട്ട് തോന്നിയത് ഈ കാണുന്ന ഓഡിയോ കാസറ്റാണ്. വർഷങ്ങൾക്ക് ശേഷമാണ് മലയാളത്തിലേക്ക് ഒരു ഓഡിയോ കാസറ്റ് എത്തുന്നത്. പലപ്പോഴും നമ്മൾ നേരത്തെയൊക്കെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ നമുക്ക് പുതിയൊരു ടെക്നോളജി വരുമ്പോൾ അപ്പോൾ തന്നെ പഴയതെടുത്ത് കളയാമെന്നൊരു ശീലമുള്ളതുകൊണ്ട് മറ്റു പല രാജ്യങ്ങളിലൊക്കെ ഓഡിയോ കാസറ്റുകൾ ഇപ്പോഴും ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഓഡിയോ കാസറ്റ് ഇല്ലാതായിട്ട്, അതായത് CD എന്ന് കണ്ടോ അന്ന് നമ്മൾ ഈ ഓഡിയോ കാസറ്റുകൾ മാറ്റി വെച്ചതാണ്. അതിനുശേഷം ഒരു തിരിച്ചുപോക്കാണ്, സമയത്തിലേക്കൊരു തിരിച്ചുപോക്കാണ്. ഒരു പക്ഷേ ഓഡിയോ കാസറ്റുകൾ ആദ്യമായിട്ട് പൊട്ടിക്കുന്ന പലരും ഈ കൂട്ടത്തിലുണ്ടാവും. കാരണം ഇത് പലരും ഓർഡർ ചെയ്തിട്ടുള്ള പലരും ആദ്യമായൊരു ഓഡിയോ കാസറ്റ് വാങ്ങിക്കുന്നതായിരിക്കാം. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഞാൻ നിൽക്കുന്നൊരു ഏജ് ഗ്രൂപ്പിൽ വളരെ കൂടുതൽ ഓഡിയോ കാസറ്റുകളുടെ കാലത്തിലൂടെ കടന്നു വന്നതാണ്. എൻ്റെ ഒപ്പം തന്നെയുള്ള ഇഷ്ടംപോലെ പേരുണ്ടാവും. എന്തായാലും ഞാനത് കവർ പൊട്ടിച്ചിട്ടുണ്ട്, ഒന്ന് തുറന്ന് നോക്കാം. ആക്ച്വലി ഐ എം റിയലി എക്സൈറ്റഡ്. ഇത്രയും കാലത്തിന് ശേഷം ഒരു പുതിയ ഒരു മലയാളം ഓഡിയോ കാസറ്റ് ഹോൾഡ് ചെയ്യുന്നതിൽ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. അപ്പോൾ ഒരു ഓഡിയോ കാസറ്റ് എന്ത് റിവ്യൂ ചെയ്യാനാണ് എന്നൊക്കെ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇതിൻ്റെ ആ ഒരു പ്യുവർ സന്തോഷമാണ് വരുന്നത്. സൈഡ് Aയും സൈഡ് Bയും ഉള്ളതാണ്. നോക്കട്ടെ, ഇതിനകത്തത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതെ, അപ്പോൾ ഇതാണ് സൈഡ് A. ഇവിടെ നിങ്ങൾക്ക് കാണാമെന്ന് കരുതുന്നു. സൈഡ് B ഉണ്ട്. രണ്ട് വശമായിട്ട് മറിച്ചിട്ടൊക്കെ പാട്ട് കേട്ടിരുന്ന ഒരു പഴയ സമയത്തേക്ക്. ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ട് എന്തെങ്കിലും നോട്ട്സ് അവർ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഓക്കെ, ഗ്രേറ്റ്. ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ നീളത്തിലുള്ള കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട്. കൊള്ളാം, നല്ല ഭംഗിയുള്ളൊരു ബ്രോഷറുണ്ട്. അതിനകത്ത് പാട്ടുകളുടെ ലിസ്റ്റ് കാണുന്നുണ്ട്. പാട്ടുകളുടെ ലിസ്റ്റ് വളരെ ചെറുതായിട്ടാണെന്ന് തോന്നുന്നു എഴുതിയിരിക്കുന്നത്. എനിക്ക് കറക്റ്റ് ഇവിടെ നിന്ന് കാണാവുന്നതിനേക്കാളൊക്കെ കൂടുതൽ ചെറുതായിട്ടാണ് കാണുന്നത്. ശരി, സാരമില്ല. എന്തായാലും ഇതാണ് കവറ്. ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ താരം ഇതാണ്, ഓഡിയോ കാസറ്റാണ്. സൈഡ് A തന്നെയല്ലേ എന്ന് ഉറപ്പ് വരുത്താം. അതെ, ഇനി ഇത് വേണ്ടത് ഒരു പ്ലെയർ വേണമല്ലോ. ഇപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഈ ഓഡിയോ കാസറ്റ് നൊസ്റ്റാൾജിയ പറഞ്ഞ് വാങ്ങിയ പലർക്കും പ്ലെയറാണ് പ്രശ്നം. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ US സുഹൃത്തിൻ്റെ വഴി വാൾമാർട്ടിൽ നിന്ന് US വാൾമാർട്ടിൽ നിന്നൊരു പ്ലെയർ ഓർഡർ ചെയ്തിരുന്നു. ഇതിവിടെയും കിട്ടും കേട്ടോ, നമ്മുടെ നാട്ടിലും അവൈലബിൾ ആകും. എന്തായാലും ഒന്ന് തുറന്നിട്ട് ഇതിനകത്തേക്ക്. ആക്ച്വലി ഈ പ്ലെയറിൻ്റെ ഒരേ ഒരു ഉദ്ദേശം, ഞാൻ വാങ്ങിയത് തന്നെ ഈ ഒരു കാസറ്റ് പ്ലേ ചെയ്യുക എന്ന ഉദ്ദേശത്തിലാണ്. എന്തായാലും ഞാൻ പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം. അതേസമയം ഞാനിത് പ്ലേ ചെയ്യില്ല, കാരണം ഒരുപക്ഷെ യൂട്യൂബ് കോപ്പിറൈറ്റ് വയലേഷൻ്റെതായ പ്രശ്നങ്ങളെ കാണിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ അതേ സമയത്ത് പ്ലേ ചെയ്യില്ല. എന്തായാലും പ്ലേ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി മാത്രം തുടങ്ങുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന ഓഡിയോ കാസറ്റുകൾ ഏതാണ്ടൊരു പതിറ്റാണ്ടിന് മുൻപ് വളരെ പെട്ടെന്ന് കാണാതായി. MP3, USB, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൻ്റെ കടന്നുവരവ് ഇതിനെ ഒന്നും ചെറുത്ത് നിൽക്കാൻ കാസറ്റുകൾക്ക് സാധിച്ചില്ല. ഗ്രേറ്റ്. അപ്പോൾ പാട്ടുകൾ പതിയെ കേട്ട് നോക്കാം. ഈ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായ ഡിജിറ്റൽ ക്വാളിറ്റിയിൽ നിങ്ങൾ പലതവണ കേട്ട് കഴിഞ്ഞ പാട്ടുകളാണ്. ഇത് ആസ്വദിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഓഡിയോ കാസറ്റ് വേണമെന്നില്ല. പക്ഷേ ഓഡിയോ കാസറ്റിൻ്റേതായൊരു സ്പിരിറ്റ് ആസ്വദിക്കണം. ഇപ്പോൾ ഞാൻ ആകെ ശ്രദ്ധിച്ച കാര്യം, അഡീഷണൽ ചെറിയൊരു നോയ്സ് വരുന്നുണ്ട്. അത് മോസ്റ്റ് പ്രോബ്ലി ഇവിടെ ഇരിക്കുന്ന ഉപകരണങ്ങൾ എൻ്റെ ഈ ഓഡിയോ കാസറ്റ് സിസ്റ്റത്തിൽ ഉണ്ടാക്കുന്ന ഒരു നോയ്സാണ്. കാരണം ഒറിജിനലി ഞാൻ
മറ്റ് ക്യാമറയോ ലൈറ്റിങ്സൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ നോയ്സ് കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കട്ടെ. ഓഡിയോ കാസറ്റിന്റെ വിൽപ്പന പൂർണ്ണമായും നിലച്ചു. സംഗീതത്തിന് ഒരല്പം ഫോർവേഡ് ചെയ്ത് നോക്കാം മുമ്പോട്ടേക്ക്. പാട്ടും തുടങ്ങി വെക്കാം. ഓക്കെ, ഏത് പാട്ടാണ് ആദ്യം കേൾക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി മാത്രം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ആദ്യം നേരത്തെ പറഞ്ഞ പോലെ പ്ലേ ചെയ്യുന്നില്ല. മ്യൂസിക്കിൻ്റേതായ കോപ്പറേറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട. എന്തായാലും ഇറ്റ് ഈസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഒരു ഓഡിയോ കാസറ്റ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു പുതിയ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഓഡിയോ കാസറ്റ് ലോഞ്ചിങ്ങിൻ്റെ ഭാഗമാവാൻ, ഓഡിയോ കാസറ്റ് ഒരുപക്ഷെ ആദ്യം കിട്ടുന്ന കുറച്ച് പേരിലൊരാളാകാൻ ഞാൻ ആദ്യം തന്നെ പ്രീ ബുക്ക് ചെയ്തിരുന്നു. ഓരോ തവണ ലോഞ്ചിങ് ഡേറ്റ് കഴിഞ്ഞു എന്ന് പറയുമ്പോഴും ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇന്നാണ് അത് കിട്ടുന്നത്. ജാനുവരി 27 2022 എൻ്റെ കയ്യിലത് കിട്ടുന്നത്. അപ്പോൾ വളരെ വളരെ സന്തോഷം. ഇതിൻ്റെ പുറകിൽ ഈ ഒരു ഓഡിയോ കാസറ്റ് എന്നൊരു ആശയത്തിലേക്ക് കൊണ്ടുവരികയും ഇതിനെ വൈറലാക്കി എടുക്കുകയും ചെയ്ത എല്ലാവർക്കും ഇതിൻ്റെ ക്രെഡിറ്റ്സ് ഉണ്ട്. ഇത് എനിക്കറിയാം, ഒരുപക്ഷെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ ഓഡിയോ റെക്കോർഡിംഗ് സൗകര്യങ്ങളും കാസറ്റ് റെക്കോർഡിംഗ് സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലില്ലാത്തൊരു സമയത്ത് ഇത് പ്രൊഡ്യൂസ് ചെയ്യാനെടുക്കുന്ന ബുദ്ധിമുട്ട് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ കൂടെ CD ഒരെണ്ണമുണ്ട്. CD ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല. വളരെ സന്തോഷം ഈ ഒരു അൺബോക്സിങ്, നോർമൽ അല്ലാത്ത ഒരു അൺബോക്സിങ്ങിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ സന്തോഷം.